ക്രിസ്മസ് ഒക്കെ ആയല്ലോ. അപ്പോൾ എല്ലാവരും വട്ടയപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണോ? എന്നാൽ അതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടല്ലോ, നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള വട്ടയപ്പം ചോറോ അവലും ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു വട്ടയപ്പം റെഡിയാക്കിയത് കേട്ടോ. നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ്. ഉൾഭാഗമൊക്കെ ഉണ്ടല്ലോ, നല്ല അറകളോട് കൂടിയിട്ട് നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് പച്ചരി തന്നെയാണ് വേണ്ടത്. ഞാനിത് അവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പലരും പറയും നല്ല അരി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുമെന്നുള്ളൂ. പക്ഷേ ഞാനിന്ന് എടുത്തത് റേഷൻ കടയിലെ അരിയാണ് കേട്ടോ. റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വട്ടയപ്പം റെഡിയാക്കിയത്. നിങ്ങൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും പച്ചരി നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. കുതിർത്ത പച്ചരി നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു സ്റ്റെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മി കഴുകി നമ്മളെ വീട്ടിലൊക്കെ അരിപ്പ ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള സ്റ്റെയിനറിലോട്ടൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോക്ക് എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ. പച്ചരി ഇതാ ഞാൻ അരിപ്പിലോട്ട് നേരെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല വില കൂടിയ പച്ചരി കിട്ടുമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. എപ്പോഴൊന്നും പലരും പറയണത് കേട്ടിട്ടുണ്ട്, വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അരി വേണം, പച്ചരി വേണം, കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് റേഷൻ കടയിൽ അരി വെച്ച് ചെയ്തിട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്തോളൂ കേട്ടോ. വില കൂടിയ പച്ചരിക്കൊന്നും കാത്തിരിക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റെയിനിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മളിതാ നേരെ മിക്സിൻ്റെ ജാറിലോട്ട് ഈ ഒരു പച്ചരി മുഴുവനായിട്ട് ചേർക്കാനായിട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക്, ഞാനിവിടെ ഏകദേശം 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. ഒരു 1.25 കപ്പ് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ 1 കപ്പാലും കുഴപ്പമില്ല, അതിലേറെ കുറയണ്ട. കാരണം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആവും, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അതേ കപ്പിൽ തന്നെ നമുക്ക് തേങ്ങയും വളർന്നെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിതാ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ വട്ടയപ്പം റെഡിയാക്കാറ്. അപ്പോഴേ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുള്ളൂ. അതിലോട്ട് 1 കപ്പ് വെള്ളം, നമ്മൾ അരി അളന്ന അതേ 1 കപ്പിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരിച്ച് കൊണ്ടുവരാം. ഇനി ഈസ്റ്റ് ഇട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ. സാധാരണ നമ്മൾ ബ്രെഡ് ആയാലും ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഈസ്റ്റ് ചേർത്തിട്ട് തന്നെയാണ് അത് പുളിപ്പിക്കുന്നതും ബേക്ക് ചെയ്യണതൊക്കെ. അപ്പോൾ അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട. അപ്പോൾ വട്ടയപ്പം ചുടാനായിട്ട് നമുക്ക് ഈസ്റ്റ് എന്തായാലും നിർബന്ധമാണ്. ചിലർ ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ. ഒത്തിരി സമയം നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ അരച്ച് വെച്ച് വൈകുന്നേരം ചൂടാം, അങ്ങനെ സമയമുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. ഏകദേശം ഞാനിതവിടെ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഏകദേശം 4 ടീസ്പൂൺ മാവ് ഇതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. പക്ഷേ നമുക്കൊരു കപ്പി കാച്ചിയെടുക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു ടേസ്റ്റും ഇതൊക്കെ ഒന്ന് ലെവലായിട്ട് കിട്ടുകയുള്ളൂ. മിക്സിൻ്റെ ചാറിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. വെള്ളത്തിൻ്റെ കറക്റ്റ് അളവൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ, എങ്കിലേ നമ്മൾ ചുട്ട് വരുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. 2 കപ്പ് അരിയിലോട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു അരി അരിച്ചെടുത്തത്. പിന്നെ തേങ്ങ അങ്ങനെ ശരിക്കൊന്നും അരഞ്ഞ് കിട്ടൂല, ചെറിയൊരു തരി പോലെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ. അങ്ങനെ കിടന്നോട്ടെ. അരി നന്നായിട്ട് സ്മൂത്തി ആയിട്ട് അരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അരിമാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളോട് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ശരിക്കും ഇതിൽ പച്ചരിയും തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ, ചോറും അവരൊന്നുമില്ല. എന്നാലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേർക്കണം കേട്ടോ. ഞാനിതൊന്ന് ഒരു ചെറിയൊരു സാസറിലോട്ട് മാറ്റി കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം നമുക്കിത്. ചൂടോടെ ഒരിക്കലും അരിച്ചെടുക്കരുത്, ചൂടൊന്നും അരക്കട്ടെ കേട്ടോ. ഡിസംബർ മാസമാണ്, നല്ല തണുപ്പാണ് എന്ന് കരുതിയിട്ട് പൊങ്ങാതെ നിൽക്കണില്ല. 10 മണിയായ നല്ല വെയിലല്ലേ. അപ്പോൾ നിങ്ങളൊരു 10 മണിക്കൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 1-2 മണിയാകുമ്പോഴേക്കും ഇത് ചുട്ടെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ രാവിലെ അരച്ച് ഏകദേശം 2 മണിയാകുമ്പോഴേക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് കേട്ടോ ഇത് അരക്കാനായിട്ട് പോണത്, എങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അരി അരച്ച മാവ് മിക്സ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ടൊരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്.
ഒപ്പം നമുക്കെല്ലാവർക്കും അറിയാം വട്ടയപ്പം നമ്മൾ ബേക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പക്ഷേ ഞാൻ അത്ര മധുരം ചേർക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരുപാട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറു മധുരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മധുരം ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാം. ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഏകദേശം ഒരു 1/4 കപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സ്മൂത്തായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു അരപ്പ് നമ്മൾ ഈ ഒരു തേങ്ങയും അരിയും അരച്ച് വിട്ട് കൂട്ടിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് കൈ വെച്ചിട്ട് 1 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്തും. ഒപ്പം തന്നെ നല്ല ഹോളൊക്കെ വരും കേട്ടോ. നമ്മളെ സോപ്പൊക്കെ പതപ്പിക്കുന്ന അതുപോലെ പതഞ്ഞ് പൊന്തി വരും. അതുപോലെ തന്നെ നമ്മളെ വട്ടയപ്പത്തിന് ഉൾഭാഗത്തൊക്കെ നല്ല ആരുകളോട് കൂടിയിട്ടുള്ള നല്ല ഹോളുകളൊക്കെ വീഴും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള അപ്പകാരം. അപ്പോൾ ഈ ഒരു കാര്യം ആരും സ്കിപ്പ് ചെയ്യാതെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഒന്ന് പതപ്പിച്ചെടുക്കുക. വെള്ളം ഒരിക്കലും കൂടിപ്പോവല്ലേ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. വട്ടയപ്പൊക്കെ എല്ലാവരും റെഡിയാക്കാൻ തുടങ്ങിയോന്നും എനിക്കറിയില്ല. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇടണം കരുതിയിട്ട്, പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, ഓരോ തിരക്ക് മൂലം. അപ്പോൾ നേരം പിന്നെ പറ്റണമെന്നൊക്കെ പച്ചരിയൊക്കെ എന്ന് തന്നെ കുതിർത്തിട്ട് നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതന്നെ ആയിക്കോട്ടെ. വട്ടയപ്പം ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവർ എന്തായാലും എവിടെയും ഫ്ലോപ്പ് ആവില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പൊങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലത് കുറേ സമയം കഴിഞ്ഞിട്ട് പൊങ്ങി വന്നിട്ട് പിന്നെ താഴ്ന്നു പോകും. അങ്ങനെ ആകുമ്പോൾ ഹോളൊക്കെ വീഴാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ചുടുന്ന വട്ടയപ്പത്തിന് ഹോളുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ തേങ്ങ ചേർത്തില്ലല്ലോ, അവൽ ചേർത്തില്ലോ എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് രണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കിയാലും ഇതുപോലെ സൂപ്പറായിട്ട് റെഡിയാക്കാം. പിന്നെ ഈ ചോറൊക്കെ ചേർത്താലും നമുക്ക് ഒരുപാട് ഒരു 2 ദിവസം 3 ദിവസം നിൽക്കില്ലല്ലേ. ചോറൊക്കെ ഇങ്ങനെ അലിഞ്ഞ് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങയായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ചോറായാലും പെട്ടെന്ന് ഒന്നുകൂടി കേടുവരും. ഇപ്പോൾ ബേക്കറി കടകളിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല മധുരമായിരിക്കും അതിന്. ചിലർ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവിടെ സൂപ്പറായിട്ടുണ്ട്. ഒരുപാടങ്ങ് ഇളക്കി അതിൻ്റെ ഹോളുകളൊക്കെ കളയണ്ട. ജസ്റ്റ് ഒന്ന് നമ്മളെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ താഴി നിൽക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു പാത്രം എടുക്കട്ടോ. കേക്കൊക്കെ ബേക്ക് ചെയ്യണ ബേക്കിൻ്റെ ടിന്നായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കറിയൊക്കെ വിളമ്പുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലേറ്റുകൾ ഉണ്ടാവാം, പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കട്ടോ. എൻ്റെ അടുത്ത് സ്റ്റീമറില്ലാത്തതുകൊണ്ട് ഞാനിതാ ഇഡലിച്ചെമ്പിൽ ഇഡലിത്തട്ട് തല കീഴായി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ടിന്ന് ഇറക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കട്ടോ, മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഈ ഒരു ടിന്ന് ചൂടായതിനു ശേഷം മാത്രം അതിലോട്ട് നമുക്കൊന്ന് മാവ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതാ ഏകദേശം ഒരു 3 തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേക്കറി കടയിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല കട്ടിയുള്ളതാണല്ലേ കിട്ടാറ്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത്യാവശ്യം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 3 തവി, എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിൽ കട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും. ഉള്ളൊക്കെ നന്നായിട്ട് ഹോളൊക്കെ എടുത്തിട്ട് പുറത്തുനിന്ന് നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മതി. സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ചൂടാകുമ്പോൾ തന്നെ ഓടിപ്പോയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടുന്നൊക്കെ വേറെടുക്കുന്ന പോലെ അങ്ങനെ ഒരു ഇച്ചിരി സമയം ഒന്ന് ചൂടാറാനായിട്ട് നിൽക്കണം കേട്ടോ. നല്ല ചൂടാറണ്ട, എന്നാലും ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുക. അല്ലെങ്കിൽ അരും വക്കൊക്കെ ഇങ്ങനെ പൊട്ടി മാറി ഇങ്ങനെ ഒരു നിൽക്കും കേട്ടോ. അപ്പോൾ ചൂട് ഒന്ന് ആറിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തതും ഞാനിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ട് നെയ്യ് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം.
ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ 4 തവയൊക്കെ ഒഴിക്കണവർക്ക് അങ്ങനെ ഒഴിക്കാം കേട്ടോ. 4 5 തവയൊക്കെ ഒഴിച്ച് നല്ല കട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കണവരുണ്ടാവും. പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയൂലേ, അങ്ങനെ ആയാൽ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് പിന്നെ ഏകദേശം ഒരു 2 കപ്പ് അരി കൊണ്ട് ഏകദേശം 4 5 എണ്ണമൊക്കെ ചുടാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെറുതായിട്ടാണ് ചുട്ടെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരാം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ എപ്പോഴാണ് എത്തുകയെന്ന് അറിയില്ല കേട്ടോ, കാരണം ഓരോ തിരക്ക് പെട്ടുപോയി. കണ്ടല്ലോ ഈ ഒരു വട്ടയപ്പത്തിലൊക്കെ നന്നായിട്ട് ഹോള് വീണിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ അത് നിൽക്കുന്നത്. ഞാനത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സ്മൂത്താണെന്നുള്ള കാര്യം. അപ്പോൾ അവലും ചോറൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് പച്ചരിയും തേങ്ങയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കിയത്. കണ്ടല്ലോ അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റ് അത്ര ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ രാവിലെയൊക്കെ വൈകുന്നേരം ചൂടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രാവിലെയൊക്കെ അരച്ച് വെക്കുക. അപ്പോൾ ഈവനിങ്ങിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളതും കൂടി ഞാൻ എന്താ ഇതുപോലെ തട്ടിയെടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചിട്ട് പതുക്കി അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും എൻ്റെ കയ്യിലോട്ടങ്ങ് പോരും. പിന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രം മതി. സ്പാച്ചുല ഇങ്ങനെ പതുക്കി ഒന്ന് സൈഡൊക്കെ ആക്കി കൊടുക്കുക. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മളിത് തട്ടിയെടുക്കാൻ നോക്കിയാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറിയത് ചൂടാറിയതിന് ശേഷം മാത്രം അത് ഇളക്കിയെടുക്കാൻ നോക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉൾവശം എന്താ ഇങ്ങനെയെന്നൊക്കെയുള്ള കാര്യം കൂടി അറിയാം. നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ്, ഉൾഭാഗം നല്ല സ്പോഞ്ചി ആയിട്ടാണ് നിൽക്കുന്നത്. വട്ടയപ്പം എല്ലാവരും ഉണ്ടാക്കിയോ? ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വൈകിപ്പോയിട്ടോ. എന്നാലും പറ്റുന്നവരൊക്കെ കുറച്ച് പച്ചരിയൊക്കെ കുതിർത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെറുമധുരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിക്കൻ കറിയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മധുരം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് ഇത് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു ചെറിയ മധുരവും കറിയൊക്കെ കൂടിയിട്ട്. അപ്പോൾ കറി കൂടി കഴിക്കാൻ കൊതിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ചുട്ടുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ചുടണേ ഞാൻ കാണിച്ചു തരുന്നില്ല. ഇതിൻ്റെയൊക്കെ രണ്ടാമത്തിൻ്റെയൊക്കെ സൈഡ് കണ്ടല്ലോ, അത് ഞാൻ ചൂടോടൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോവുക കേട്ടോ. അപ്പോൾ ചൂടൊന്ന് ആറണോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം വീഡിയോ എടുക്കണമല്ലോ പെട്ടെന്ന് കരുതിയിട്ട് ഒത്തിരി ചൂടാറാനുള്ള സമയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കണ്ടല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലെ നന്നായിട്ട് ഹോൾ എടുത്തിട്ടുള്ള അടിപൊളി വട്ടയപ്പാണ്. അപ്പോൾ എന്നും ദോശയും ഇഡ്ഡലിയും കാര്യങ്ങളും നോക്കാതെ ഇതുപോലെ നല്ല അടിപൊളിയുള്ള പലഹാരങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ്, എന്നാലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. പച്ചരിയും തേങ്ങയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ അവലോ ചോറോ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. അതൊന്നും ചേർക്കാതെയാണ് ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ചെയ്യാം. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് ഈ ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള പഞ്ഞിയപ്പം നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇതിനിപ്പോൾ വില കൂടിയ അരി വേണമല്ലോ എന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതെ നിൽക്കണ്ട കേട്ടോ. സാധാരണ റേഷൻ കടയിൽ റേഷൻ അരി വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്യാം. കണ്ടല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ, നല്ല പഞ്ഞിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഹോളോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് കിട്ടുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് കത്തി വെക്കുമ്പോഴേക്കും തന്നെ അത്രയും സോഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നോക്കി കൊടുക്കുക നോക്കി കൊടുക്കാൻ ആരും മറക്കല്ലേ. എന്നാൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എല്ലാവരും അറിയിക്കാം. പലരും പല രീതിയിലാണ് റെഡിയാക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.